ഐസിനെ വിളിച്ചോണ്ടിരിക്കന് ആ അപ്പൊ ഇങ്ങനെ ആയതൊക്കെ അതിനൊക്കെ അന്വേഷിച്ച് ആ അവനുണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് കിട്ടില്ല. എപ്പോഴേ കഴിഞ്ഞു ചോദിച്ചാൽ മതി. ആ കുട്ടിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നമുക്ക്. ഇവരെ നായ വളരുന്ന കണ്ടിട്ടാണ് ആ കുട്ടി ടെറസിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാട്ടണത് തന്നെ. അവന്റെ പെരടിയിൽ നായ പിടിച്ചിരുന്നു, അത് കണ്ടിട്ടാണ് നിലവിളി. ചങ്ങരംകുളം ആലങ്കോട് കഴിഞ്ഞ ദിവസം ഒരു UKG വിദ്യാർത്ഥിയെ തെരുവുനായ ആക്രമിച്ചു. ഈ കുഞ്ഞ് വീട്ടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. ഈ വീടിന്റെ ടെറസിന്റെ മുകളിൽ ഉണ്ടായിരുന്ന കുട്ടിയുടെ സഹോദരനാണ് ഈ ടെറസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത്. ആ കുഞ്ഞിന്റെ വല്യമ്മയും ഇപ്പം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇത് നായ കടിക്കാൻ വന്നതായിരുന്നോ കളിക്കുമ്പോ? എപ്പോഴായിരുന്നു? രാവിലെ ആയിരുന്നു അല്ലേ? അപ്പോ പിന്നെ അജ്മൽക്കനെ വിളിച്ചോ? അജ്മൽക്ക കണ്ടോ? അജ്മൽക്ക കാണായിരുന്നു. അത് എന്താ അജ്മൽക്ക ചാടിയോ? എങ്ങനെയാണ് ചാടിയതാ? അജ്മൽക്ക എന്താ പറഞ്ഞു? ഈ ശബ്ദം കേട്ടപ്പോ അജ്മൽക്ക എന്ത് പറഞ്ഞു? ഐസിനെ വിളിച്ചോണ്ടിരിക്കന് അപ്പൊ ഇങ്ങനെ ആയതൊക്കെ. പിന്നെ അജ്മൽക്ക് മേലുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ അജ്മൽക്ക് എന്താ ചെയ്തതെന്നോ? അപ്പൊ അതിനൊക്കെ അന്വേഷിച്ച് മേലെന്ന് ചാടിയോ? അപ്പൊ പിന്നെ മേലെന്ന് ചാടി അപ്പൊ മോനെ രക്ഷപ്പെടുത്തി അല്ലേ? പിന്നെ മോനുള്ളിലേക്ക് പോയി. പിന്നെ മോൻ എന്താ ചെയ്തത്? ഞാൻ കളിക്കാൻ പോയായിരുന്നു അല്ലേ? അപ്പൊ അന്നേരായിരുന്നു അല്ലേ നായ വന്നത്? അപ്പൊ അജ്മൽക്ക് വന്നോളും മോന് രക്ഷപ്പെട്ടു അല്ലേ? അപ്പൊ അജ്മൽക്കനെ മോൻ വിളിച്ചതായിരുന്നു. അജ്മൽക്കനെ കാക്കാന്ന് വിളിച്ചായിരുന്നോ? ഐദീനാണ് വിളിച്ചത് അല്ലേ? മോന്റെ ശബ്ദം കേട്ടപ്പോ അജ്മൽക്ക് താഴേക്ക് ഇറങ്ങിയതാണ് അല്ലേ? ഇത് കുട്ടിയുടെ വല്യമ്മ അപ്പം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇത് 8:30 9 മണിയുടെ ഉള്ളിലാണ് സംഭവം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ തെരുവ് നായ്ക്കളുടെ രൂക്ഷം കൂടുതലാ. ഇപ്പൊ 1-2 പ്രാവശ്യം ഒന്നല്ലല്ലോ. പല ഇവിടെ പരിസരത്തൊക്കെ ഒരുവിധ ആൾക്കാരെ കടിച്ചിട്ടുണ്ട്. 6 പേരെ കടിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. പള്ളിയിൽ ഉസ്താദ്, മോനെ, അജ്മല് ഒക്കെ ഉണ്ട്. ഈ നായ്ക്കളെ ഒന്ന് നിർത്തണം. എന്താണെന്നറിയ, രൂക്ഷം കൂടുതലല്ലേ നായ്ക്കള്. ഇതല്ലേ പിന്നെ മദ്രസേനെ. പിന്നെ ഈ കുട്ടികൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കല്ലേ. അതാണ് ഇവരെ നായ വളരുന്ന കണ്ടിട്ടാണ് ആ കുട്ടി ടെറസിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാട്ടണത് തന്നെ. അവന്റെ പെരടിയിൽ നായ പിടിച്ചിരുന്നു, അത് കണ്ടിട്ടാണ് നിലവിളി. അങ്ങനെ അവൻ ചാടിയപ്പോഴാണ് ഈ കുട്ടീനെ രക്ഷപ്പെട്ട് പോയത്. നായയുടെ വായന്ന് കുട്ടി രക്ഷപ്പെട്ടു പോയത്. അപ്പൊ അജ്മലിനും കടിച്ചു. അങ്ങനെ ഓടുകയാണ്, അടിച്ചിട്ട് ഓടിക്കുകയാണ് നായനെയും കൊണ്ടിട്ട് അവൻ. വല്ല പീഡ കുട്ടിക്കും ഭയം, നല്ല ഭയമില്ല ഇപ്പൊ അവന്. ടെമ്പറേച്ചറും വന്നു കുട്ടിക്ക്. കാണിച്ചു, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്തു. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്തു. 2 പേർക്ക് കൊടുത്തു. അജ്മലിനും എടുത്തു, മോനും എടുത്തു. പിന്നെ സൺഡേ അല്ലേ, പെട്ടെന്ന് ഭാര്യ അങ്ങനെ നീട്ടിട്ടും ഉണ്ടാവില്ലല്ലോ സമയത്തൊന്നും. തന്നെയാണ് ഇപ്പൊ തൊട്ടടുത്ത് മദ്രസ, ചെറിയ കുട്ടികള്, നല്ല നായ്ക്കളുടെ ശല്യം തന്നെ ഇവിടെ ഉള്ളത്. ഒരു ചാനലേര് വന്നപ്പോ തന്നെ നായ ഇവിടുന്ന് വട്ടം കറങ്ങായിരുന്നു. അതൊരു കണ്ടു. നിലവിളി കേൾക്കുന്നു. അവനുണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് കിട്ടില്ല. എപ്പോഴേ കഴിഞ്ഞു ചോദിച്ചാൽ മതി. നല്ലൊരു ആ കുട്ടിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നമുക്ക്. ഇപ്പോ ആ സമയത്ത് തന്നെ പിന്നെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. എങ്കില്ല, നേരെ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ കൊണ്ടുപോയി. ഉസ്താദിനും കടിച്ചു 3 പിന്നെ വേറെ ഏതോ ഒരു കുട്ടീനെ ഓടിച്ചിട്ടു. ആ കുട്ടി സൈക്കിളിൽ വീണു. പപ്പടമൊക്കെ താഴെ, പപ്പടം വാങ്ങാൻ വന്നതായിരുന്നു കടയിൽ. പപ്പടമൊക്കെ ചെതറി കിടക്കണം കുട്ടി. അതുകൊണ്ട് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു എന്നാ പറയുന്നത്. പരിഗണിക്കേണ്ടതാണ്. എല്ലാവരും കാണണം തന്നെ, എല്ലാ ആൾക്കാരും കാണണം തന്നെയാണ് ഈ തെരുവ് നായ്ക്കളുടെ ശല്യം. ഒരാൾക്ക് മാത്രമല്ലല്ലോ. പ്രത്യേകിച്ച് നമ്മൾ പൈതമക്കളാകുമ്പോ ഒരു പ്രയാസം കൂടി ഉണ്ടല്ലോ നമുക്ക്. വരികയാണേ
വലിയൊരു ഇവിടെ കുറച്ച് കൂടുതലായിട്ടുണ്ടോ ഇത്? ഇവിടെ കൂടുതലായിട്ടുണ്ട്, ഒരുപാടുണ്ട് നായ്ക്കള്. അതാണ് എന്തായാലും അവനേതായാലും പേടിക്കണ്ട കേട്ടോ. കേട്ടോ, ഇപ്പൊ ഓക്കെ ആയില്ലേ? ഇപ്പൊ 2 ദിവസം കഴിഞ്ഞാല് സ്കൂളിലൊക്കെ പോകണം കേട്ടോ. പോകൂലേ? ഗുഡ് ബോയ് അല്ലേ? ഓക്കെ. ഏതായാലും ഇത് തന്നെയാണ് ഈ പറയുന്നത്. ഏതായാലും കുഞ്ഞ് വലിയ തോതിൽ വലിയ പേടിച്ചു പോയൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാം ഇങ്ങനെ ഒരു പ്രതിസന്ധി, ഇങ്ങനെ പെട്ടെന്ന് ഈ കുഞ്ഞിനെ അറ്റാക്ക് ചെയ്യുന്നതായിരുന്നു ഈ നായ ഉണ്ടായിരുന്നത്. തൊട്ട് മുകളിൽ, ഈ ടെറസിന്റെ മുകളിൽ കുഞ്ഞിന്റെ സഹോദരൻ ഉള്ളത് കൊണ്ടാണ് ആ സഹോദരൻ അജ്മൽ താഴോട്ട് ചാടുകയായിരുന്നു. ചാടി ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ഈ നായയെ ഓടിച്ചുകൊണ്ട് ആ ഏറ്റുമുട്ടലുണ്ടാകുന്നു. പിന്നീട് നായ ഓടിക്കുകയായിരുന്നു. വലിയൊരു, ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വലിയൊരു ഭീകരമായിട്ടുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ്. ഏതായാലും കുഞ്ഞ് പേടിച്ചിരിക്കുകയാണ്. ഏതായാലും ഇപ്പൊ തന്നെ ആശുപത്രി അപ്പോൾ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചു. ഈ ഇഞ്ചക്ഷൻ അടക്കം അടിക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. ജിത്തു വട്ടത്തിനൊപ്പം യൂനുസ് അഹമ്മദ്, മീഡിയ 1 തിരുവനന്തപുരം.